എടാ, എനിക്ക് ഈ സാഹചര്യത്തിൽ നിഷ്പ്രയാസം രക്ഷപ്പെടാം. എങ്ങനെ? കാരണം എനിക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്. 20 ദിവസം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢി അല്ല താനെന്ന് തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാർ. ജയിക്കാൻ തോന്നുമെന്ന പ്രതീക്ഷ പ്രവർത്തകർക്ക് നൽകാനായിരുന്നു ശ്രമം. അഖിൽ മാരാർ 24-നോട് പറഞ്ഞു. ഇക്കാര്യം നമ്മളല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത് സർ. ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. അതിന് നമ്മക്കാര് ജോലി തരാന്? ഞാൻ നല്ല ഒന്നാന്തരം മെക്കാനിക്കാ, എനിക്ക് എവിടെ പോയാലും ജോലി ഉറപ്പാണ്. അപ്പൊ എന്റെ ടീമിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി അവരെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഈ രംഗത്തേക്ക് ഇറക്കാൻ പറ്റണം. എഴുതി വെച്ചു. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. ഈ തൃക്കാക്കര രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാക്കില്ലേ നരേന്ദ്രമോദിയും അമിത്ഷയും നമുക്ക് ഈ സമ്മാനം കൊടുക്കണ്ടേ? ലാഹേല് വക്കച്ചിന് പോസ്റ്റർ ഒട്ടിക്കാനും ലാഹേല് വക്കച്ചിന് മുദ്രാവാക്യം വിളിക്കാനും ലക്ഷക്കണക്കിന് ഉണ്ടടാ വക്കച്ചന്റെ പാർട്ടിയില്. ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ എന്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നീ ശ്രീധരൻ ഉണ്ണിത്താനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അവർക്ക് ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു വോട്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ. രണ്ട്, അവരൊരാളോട് വോട്ട് ചോദിക്കാൻ പോകത്തുള്ളൂ. പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. അതെല്ലാം വിശ്വസിക്കാനും ബലിയാടാവാനും നമ്മളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉമാ തോമസ് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇതിൽ പക്ഷേ ഒരു വലിയ പരാജയം നേരിട്ടു. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അവിടെ അഖിൽമാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ 21,500 വർദ്ധിപ്പിക്കാൻ തൃക്കാക്കരയിൽ നമുക്ക് കഴിഞ്ഞതും. പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയല്ലേ ഞാനിപ്പോ? അത് പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അഖിൽമാരാർ ശക്തമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിലുണ്ടാവും, തൃക്കാക്കരയിൽ സജീവമായി ഉണ്ടാകും. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല, എല്ലാം കൂടി ഒറ്റക്കങ്ങൾ നടത്ത്. അപ്പൊ ഞാൻ പോട്ടെ. എന്തോ എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേ. പാവം.